ശ്വേതാമേനോനും സാബുവും അപ്പൊ സംസാരിക്കുന്നത് ഈ വജ്രക്കല്ല് ആരും എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാനാണ്. അപ്പൊ ഓൾറെഡി ഇന്നലെ ശ്വേതാമേനോൻ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയോട് ഇത് നോക്കണം, ഇതാരും എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കരുത് എന്നുള്ളത്, കട്ടുകൊണ്ട് പോകരുത് എന്നൊക്കെയുള്ളത്. അപ്പൊ സാബുമോൻ പറയാണ് അവരുടെ ടീമിലെ 3 പേരോടും പറയണം, എന്നാ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ പ്രത്യേക ഒരു കാര്യം അങ്ങനെ പറയണം, പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് കിട്ടണവർ മാത്രമാണ് ജയിക്കോളൂ എന്നുള്ളത്. അപ്പൊ ഇത് എടുത്തുകൊണ്ട് പോകാതെ ഇവർ നോക്കുവാണെങ്കിൽ ഇവർ അഡീഷണൽ പോയിന്റ്സ് കൊടുക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ജിൻഡോയ്ക്ക് മാത്രമാണ് ഇപ്പൊ നിലവിൽ അറിയുള്ളൂ. അപ്പൊ അർജുനോടും ശ്രീധുനോടും കൂടെ പറയാനാണ് അപ്പൊ സാബുമോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡെൻ ടീം ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് മാത്രമല്ല ഇന്നലെ സാബുമോൻ ഏതോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോ ആത്മാർത്ഥമായിട്ടൊക്കെ പണിയെടുക്കുന്നുണ്ട്, അതുപോലെ ഇവരുടെ ടീം നല്ല സ്ട്രോങ് ആണ്. സാബുമോന്റെ ഒരു ഇത് അവർ ടീം പുറത്തു വരട്ടെ എന്നുള്ളതാണ്. ഉള്ളിൽ കയറി ചുമ്മാ ഇരിക്കുകയാണ്, എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സാബുമോൻ കുറെ കാര്യങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. ഇപ്പൊ എന്റർടൈൻമെന്റ് ടീമാര് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴും പവർ ടീമിന് എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ എടുക്കാലോ. അപ്പൊ അങ്ങനെ പല രീതിയിൽ സാബുമോൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്താലും ഈ അൻസിബയുടെ ടീം ഞങ്ങൾ അതിലില്ല, അല്ലെങ്കിൽ ഹൗസ് ഓണേഴ്സ് അതിൽ ഇടപെടേണ്ട, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമായിരുന്നു. അത് സാബുമോൻ ശരിക്കും പറഞ്ഞ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരെന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യുന്നില്ല, അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ സാബുമോൻ പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല മറ്റുള്ളവർ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും അവരായിട്ട് കൊളാക്കുന്നു സാബുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്വേതാമേനോനും അതുപോലെ തന്നെ ജിൻഡോയിനെ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ടീം സ്ട്രോങ് ആണെന്ന് കഴിഞ്ഞിട്ട് ജിൻഡോയും അർജുനും അപ്പൊ അവിടെ വിരിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ക്ലീൻ ചെയ്യാൻ വേണ്ടി റൂം. നിങ്ങളുടെ ടീം നന്നായിട്ട് സ്ട്രോങ് ആണ്, പോയിന്റ്സ് നന്നായിട്ട് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുമ്പോൾ പറഞ്ഞു പവർ ടീമായിട്ട് നിങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്യട്ടോ, വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ കളിയാക്കുന്നുണ്ടായിരുന്നു അവരെ. ഡോയും അർജുനൊക്കെ ഉള്ള ടീം ഉണ്ടല്ലോ, ഡെൻ ടീം, അവർ പിന്നെ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യും. ഇന്നലെയൊക്കെയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നന്നായിട്ട് തന്നെ ചെയ്യണമെങ്കിൽ മിക്കവാറും അവർ തന്നെയായിരിക്കും പവർ ടീമിനെതിരെ മത്സരിക്കുക എന്ന് തോന്നുന്നു. അവർ പിന്നെ മറ്റുള്ളവരൊക്കെ എന്ത് ബഹളം വെച്ചാലും അവരുടെ കാര്യം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. മറ്റുള്ളവരൊക്കെ ചുമ്മാ കല്ലപ്പില്ലാന്നുള്ള ബഹളങ്ങളാണ്, വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ബഹളം വെക്കണമെന്നൊക്കെ തോന്നും. താഴെയൊക്കെ ഗ്രൂപ്പുകാർ കുറച്ച് ഓവറൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. കുറച്ചൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ ഒരുപാട് ഓവറാണ്. നിങ്ങൾക്ക് ഏത് ടീമിനെയാണ് ഇഷ്ടം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.